തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യൂറോപ്പിലെ ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മതവിശ്വാസം നിഷിദ്ധമാണെന്നും ആ രാജ്യങ്ങളിൽ മതവിശ്വാസമില്ലാത്തതുകൊണ്ട് ലോകത്തിലെ സമാധാനമുള്ള രാജ്യങ്ങളിൽ അവ ഏറ്റവും മുൻപന്തിയിലുമാണെന്നുമുള്ള ചില തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്. പലപ്പോഴും സമാധാനമെന്ന് ഇവർ നിർവചിക്കുന്നത് എന്താണ്? പ്രതികൂല സാഹചര്യങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്ത, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത അലസഗമനമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന സാഹചര്യമെന്നാണ് പലപ്പോഴും സമാധാനത്തെ പല ആളുകളും നിർവചിക്കാറുള്ളത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാനമെന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഏത് പ്രതിസന്ധികളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും നടുവിൽ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യത്തോടെ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് സമാധാനം അഥവാ ശാലോം എന്നതുകൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത്. തിരുക്കുടുംബത്തിൻ്റെ ഒരു ആഴമേറിയ വായന നമ്മൾക്ക് ഇത് ബോധ്യപ്പെടുത്തി തരും. പുറത്തെ ഒരു ലോകത്തിൻ്റെ കണ്ണോടുകൂടെ തിരുക്കുടുംബത്തെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും സമാധാനം നഷ്ടപ്പെട്ട ഒരു കുടുംബമാണത്. ഒരു സംശയത്തിൻ്റെ പുറത്താണ് അവിടെ വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുടുംബം വിപ്രവാസത്തിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോൾ സ്വന്തം നാട്ടിൽ താമസിക്കാൻ പറ്റാതെ നസ്രത്ത് എന്ന് പറയുന്ന മറ്റൊരു നാട്ടിൽ ചെന്ന് താമസിക്കുന്നു. അകാലത്തിൽ ആ കുടുംബനാഥൻ മരണപ്പെടുന്നു. ചെറുപ്പക്കാരനായ മകൻ വചനം പ്രഘോഷിക്കാനാണെന്ന് പറഞ്ഞ് കുടുംബം വിട്ടുപോകുന്നു. ഇത്തരത്തിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കുടുംബം. പക്ഷേ ആ കുടുംബത്തെ നമ്മൾ തിരുക്കുടുംബം എന്നാണ് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. അത് നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ലെന്ന് ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ നൊമ്പരങ്ങളിലും ക്രിസ്തു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ഓർമ്മയാണ്. ആ ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ വലിയ സമാധാനം സ്വീകരിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.